Hi friends, welcome back to Sajitha's creation. ഇന്നത്തെ ക്ലാസ് ഒരു സ്ലീവ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം, അതിൻ്റെ വീതിയും നീളവും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതൊക്കെയാണ്. ഒരു ഡ്രസ്സിൽ നിന്നും അളവെടുത്തിട്ടാണ് സ്ലീവിൻ്റെ ഓരോ ഭാഗങ്ങളും പറഞ്ഞു തരുന്നത്. സിമ്പിളാണെന്ന് തോന്നാം, പക്ഷെ ബിഗിനേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആം ഹോൾ ഉണ്ടല്ലോ, ആ ആം ഹോൾ ഒന്ന് അളന്ന് നോക്കാം. ആം ഹോൾ അളക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഈ ഒരു ഷോൾഡർ പോയിന്റിൽ കറക്റ്റായിട്ട് വെക്കുക. ശേഷം വളരെ സാവധാനം നമ്മൾ അളന്ന് നോക്കണം. നീളത്തിൽ അങ്ങ് കൊണ്ടുപോയി അളക്കാൻ പറ്റില്ല, കാരണം ഇത് കേർവ് ചെയ്തിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓരോ ഫിംഗറും ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം മറ്റേ ഭാഗം ഇതുപോലെ ഒന്ന് മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ 5-ലെത്തുമ്പോൾ അവിടെ നിന്നു അല്ലേ, ആ ഒരു കേർവ് വരുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ ആ ഒരു ഫിംഗർ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. ഈ ഒരു സംഭവം ഇപ്പോൾ കാണുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് അങ്ങ് ചെയ്തു പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അളവെടുത്തിട്ടുണ്ട്. എനിക്ക് 10 കിട്ടുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ 9 ഇഞ്ചാണ് എടുക്കുന്നത്. 10-ൽ നിന്നും 1 ഇഞ്ച് കുറച്ച് 9 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമ്മൾ സ്ലീവ് കേർവ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ പോകുന്ന തയ്യൽ തുമ്പ് അടക്കമാണ് നമ്മൾ ഈ 1 ഇഞ്ച് വിട്ടിട്ട് സ്ലീവിൻ്റെ വീതി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ അളന്നത് സ്ലീവിൻ്റെ വീതി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു 9 ഇഞ്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാനിത് ഈ ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ വീതി വരുന്നത് അല്ലേ. നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്തിനെ നിങ്ങൾ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അത് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് 9 ഇഞ്ച് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതായത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അതുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റാക്കി എടുക്കുക കേട്ടോ. ഇനി ബാലൻസ് ഉള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് കറക്റ്റായി പാകമുള്ള ഒരു സ്ലീവ് എടുക്കാം. അതിനുശേഷം എല്ലാ ഭാഗങ്ങളും കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് സ്ലീവും ഷോൾഡറും ജോയിൻ്റ് ചെയ്ത ഈ ഒരു പോയിൻ്റ് കണ്ടോ, ആ ഒരു പോയിൻ്റ് മുതൽ താഴ്വശത്തേക്ക് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതുവരെയുള്ള നീളമാണ് എടുക്കുന്നത്. വീതി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നീളം ഇതുപോലെ എടുക്കുമ്പോൾ എനിക്ക് 13.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 13.5 ഇഞ്ച് കൊണ്ടുപോയി അങ്ങനെ തന്നെ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യില്ല, കാരണം നമുക്ക് ഷോൾഡറും സ്ലീവിൻ്റെ ആ ഒരു ഭാഗവും ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 14 ഇഞ്ചായി. ഈ 14 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി നമുക്ക് എക്സ്ട്രാ വേണം. അതായത് താഴ്വശം സ്ലീവിൻ്റെ എൻഡ് വശം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂടി നമുക്ക് എക്സ്ട്രാ വേണം. അപ്പോൾ 15 ഇഞ്ച്. മൊത്തം സ്ലീവിൻ്റെ ഇറക്കത്തിൻ്റെ കൂടെ, അതായത് സ്ലീവിൻ്റെ നീളത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഇതുപോലെ ആ ഫോൾഡ് ചെയ്ത ക്ലോത്തിൽ കൃത്യമായിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 2ആയി ഫോൾഡ് ചെയ്തിട്ടാണ് ഉള്ളത്, അപ്പോൾ ഒരു സ്ലീവ് മാത്രമേ കിട്ടൂ. കറക്റ്റായിട്ട് നമ്മളിവിടെ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ മാത്രമേ ഇത്ര റിസ്ക് ഉള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇങ്ങനെ ലൈനൊന്നും വരക്കണ്ട. ആ മാർക്ക് ചെയ്തത് തന്നെ നമുക്ക് എടുത്തിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അവിടെ നിന്ന് തൊട്ട് താഴേക്കും 15 ഇഞ്ച് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ താഴ്വശത്തേക്കും ഉണ്ട്. എന്നിട്ടിതാ നമ്മൾ ഇതിനെ ഇതുപോലെ കറക്റ്റ് ആ മാർക്ക് ചെയ്ത പോയിൻ്റ് സെൻറ്ററിൽ വരുന്ന വിധത്തിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. 4ആയി ഫോൾഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ 2 സ്ലീവും നമുക്ക് കിട്ടും കേട്ടോ. 2ആയി ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു സ്ലീവ് മാത്രമേ കിട്ടൂ. 4ആയിട്ട് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 സ്ലീവും കിട്ടും. ഇനി ഇറക്കം 15 ഇഞ്ച് കൃത്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു വശം കണ്ടോ, ഈ ഒരു വശമാണ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം, അതായത് ഇതുപോലെ ഫോൾഡിംഗ് ഒന്നും വരാത്ത ഭാഗം. അതുപോലെ മറ്റേ സൈഡാണ് കൃത്യമായിട്ട് ഫോൾഡിങ് വരുന്ന ഭാഗം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോൾഡിങ് വരാത്ത ഭാഗത്ത് ഇതുപോലെ ഒരു 3 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യണം. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 2-2.5 ഇഞ്ചോളം മതിയാവും കേട്ടോ.
വലിയവർക്ക് ഏത് സൈസിലുള്ളവർക്കാണെങ്കിലും ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫോൾഡിങ് വരാത്ത ഭാഗത്താണ് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ കാരണം ഇവിടെ കണ്ടോ മുകളിനേക്കാളും കുറച്ച് കേവ് ചെയ്തിട്ടാണ് താഴ്വശം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്, ആ ഒരു കേവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നിട്ടിതാ ഈ ഒരു മുകൾ വശം കണ്ടോ, ആ ഒരു മുകൾ വശത്ത് നിന്നും ഇതുപോലെ ഒന്ന് ചരിച്ച് കൊണ്ടുവന്നിട്ട് ആ ഒരു 3 ഇഞ്ചിലേക്ക് എത്തിക്കണം. ഇതെനിക്ക് അളവുകൾ പറഞ്ഞു തരാൻ പറ്റില്ല, ജസ്റ്റ് ഈ ഒരു മാർക്കിങ്ങിൻ്റെ ആ ഒരു മോഡൽ നിങ്ങൾ നോക്കുക. എന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൈയുടെ തഴക്കം തന്നെ വരണം കേട്ടോ. മാർക്ക് ചെയ്ത് നമ്മുടെ കൈ അതുമായിട്ട് പൊരുത്തപ്പെടണം. അപ്പോൾ നിങ്ങൾ ഒരു പേപ്പറിൽ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് പെന്ന് കൊണ്ടോ പെൻസിൽ കൊണ്ടോ മാർക്ക് ചെയ്യുക. പേപ്പറിൽ ഒരിക്കലും നിങ്ങൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യരുത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ഷേപ്പ് വരുന്ന വിധത്തിൽ കുറേ തവണ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ഏതാണ്ട് മുകളിൽ നിന്നും ഒരു 2 ഇഞ്ച് വരെ എന്താ പറയുക, കുറച്ച് പൊന്തി ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് പിന്നെ താഴ്വശത്തേക്ക് അങ്ങനെ കേവായിട്ട് കൊണ്ടുപോവുക കേട്ടോ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ കയ്യിലെടുക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്വശത്തെ വീതിയാണ് നോക്കേണ്ടത്. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് താഴ്വശത്തെ വീതി നോക്കുക. എനിക്ക് 5.5 ഇഞ്ചാണ് വേണ്ടത്. ഈ 5.5 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6.5 ഇഞ്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ച് വരെ ആഡ് ചെയ്യാം കേട്ടോ. വീതി കൂട്ടണം എന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് വരെ ആഡ് ചെയ്യാം. മിനിമം 1 ഇഞ്ചെങ്കിലും വീതിയുടെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. അപ്പോൾ 6.5 ഇഞ്ചാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. ആ കിട്ടിയ 6.5 ഇഞ്ച് ഞാനിത് ഇവിടെ ഏറ്റവും താഴ്വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മുകൾ വശത്താണ് നമ്മൾ കേവ് ചെയ്ത് കൊടുത്തത്. സ്ലീവിൻ്റെ താഴ്വശത്ത് ഇപ്പോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി തൊട്ട് മുകളിലുള്ള അളവ് നമ്മൾ ഇതുപോലെ തന്നെ സ്ലീവിൽ നിന്ന് തന്നെ എടുക്കുക. 6 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. ഇവിടെയും ഞാൻ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടുന്നത് കേട്ടോ. നിങ്ങൾ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം കേട്ടോ. ക്ലോത്തിലും നമ്മൾ കുറച്ച് മുകളിലോട്ടായിട്ട് അവിടെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും സ്ലീവ് എടുക്കുക. എന്നിട്ട് ഏറ്റവും മുകൾ വശത്ത് വരുന്ന ആ ഒരു വീതി കൂടി എടുക്കുക. അപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും 2 സ്ലീവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 4ആയി ഫോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 2 സ്ലീവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ലീവിൻ്റെ ഏറ്റവും മുകൾ വശം കണ്ടോ, ആ ഒരു മുകൾ വശത്ത് ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കണം. നമുക്ക് സെൻറ്റർ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ സ്ലീവ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ ചെയ്തിട്ട് നോക്കുക ഈ ഒരു ഷേപ്പ് തന്നെയാണോ കിട്ടുന്നത് എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് കൂടി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്ലീവിൻ്റെ താഴ്വശം കണ്ടോ, ഇവിടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് ഫസ്റ്റ് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ആ ഭാഗം മുഴുവനായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം ആം ഹോൾ, നമ്മുടെ ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്ത ആ ഒരു ആം ഹോളിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ആ ഒരു പോയിൻ്റ് ഇല്ലേ, ആ പോയിൻ്റ് കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ വേണം നമ്മുടെ സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു ഷോൾഡർ ജോയിൻ്റ് ചെയ്ത പോയിൻ്റ്. ആ പോയിൻ്റിൽ നമ്മുടെ ഈ സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻ്റ് വരുന്ന ഭാഗം കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ നിന്നും സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങരുത്. നിങ്ങൾക്ക് സെൻറ്റർ പോയിൻറ്റിലൊക്കെ പ്രശ്നം വരും, സ്ലീവ് ഫിനിഷിംഗ് ഇല്ലാതെ വരും. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ സെൻറ്റർ പോയിൻറ്റിൽ നിന്നും ഇതുപോലെ പതുക്കെ മൂവ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ക്ലോത്ത് വലിച്ചു പിടിക്കരുത്. വലിയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും വലിച്ചു പിടിക്കരുത് കേട്ടോ. നമ്മൾ ക്ലോത്ത് ഫ്രീ ആയിട്ട് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒരു വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. അവിടുന്ന് വീണ്ടും സെൻറ്റർ പോയിൻറ്റിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ മറ്റേ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കൊന്ന് മെഷീനിൽ നോക്കാം കേട്ടോ. കണ്ടോതാ, ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് മെഷീനിൽ. ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഈ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ആം ഹോളും അതുപോലെ സ്ലീവും കറക്റ്റായിട്ട് വെക്കണം.
ഇനി നമ്മൾ ചെയ്യുമ്പോൾ സ്ലീവ് ഒരു സൈഡിലേക്കും ആം ഹോൾ മറ്റേ സൈഡിലേക്കുമാണുള്ളത്. അപ്പോൾ നിങ്ങൾ 2 പീസും, അതായത് സ്ലീവും ആം ഹോളും ഒരുപോലെ ഒന്ന് ബാക്കിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. വീണ്ടും ഇതുപോലെ തന്നെ രണ്ടും ഒരേപോലെ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് വെക്കുക കേട്ടോ. ഫസ്റ്റ് ടൈം ചിലപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞില്ല, 1-2 തവണ ചെയ്യുമ്പോൾ ഇതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ അതിനെ ഇതുപോലെ തിരിച്ചെടുത്തിട്ട് ആ സ്റ്റിച്ച് ചെയ്ത പോയിന്റിലൂടെ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് സെൻറ്റർ പോയിന്റിലേക്ക് വന്നിട്ട് അവിടെ നിർത്തുക. എന്നിട്ട് ഇതാ സ്ലീവിൻ്റെ മറ്റേ ഭാഗം, അതായത് മറ്റേ സൈഡിലെ മറ്റേ ആം ഹോള്, ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ബാക്കി രണ്ടും 2 സൈഡിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആം ഹോളും സ്ലീവും രണ്ടും ഒരുപോലെ, ആം ഹോള് പിറകിലേക്ക് കൊണ്ടുവരിക, സ്ലീവ് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് രണ്ടും ഒരുപോലെ വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തുക. വീണ്ടും ഇതുപോലെ സ്ലീവും ആം ഹോളും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഒറ്റയടിക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവരുത്. വളരെ സാവധാനം പതുക്കെ പതുക്കെ ആം ഹോള് പിറകിലേക്കും സ്ലീവ് മുമ്പിലേക്കും കൊണ്ടുവന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് അളവിൽ തന്നെ ആ ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കിട്ടും. തീർച്ചയായും ഈ ഒരു രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. സെയിം രീതിയിൽ തന്നെ നമുക്ക് മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ചെയ്യേണ്ടത് ഇതിനെ മോശം വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഈ ഒരു സമയത്ത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. വരാൻ ചാൻസ് കുറവാണ്. കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കൃത്യമായിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്നാമത് നമ്മുടെ ഈ ഒരു സ്ലീവും ആം ഹോളും ജോയിൻ്റ് ചെയ്ത ഭാഗം കറക്റ്റായിട്ട് കിട്ടണം. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതിലെ മിസ്റ്റേക്ക് ആയിരിക്കും. ഇവിടെ ഫോൾഡ് ചെയ്തതിലോ അല്ലെങ്കിൽ ആം ഹോളിൻ്റെ ആ ഒരു ജോയിൻ്റ് ചെയ്ത ഭാഗത്ത് ഒരു ഭാഗത്ത് 1/2 ഇഞ്ചും ഒരു ഭാഗത്ത് 1/4 ഇഞ്ചും ഒക്കെ കൊടുത്തിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്തത്. അതൊന്ന് കറക്റ്റാക്കി എടുക്കണം. നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് അഴിച്ചിട്ട് കറക്റ്റാക്കിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇവിടെ ഇതുപോലെ നമ്മൾ വിട്ട തയ്യൽ തുമ്പ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് വിട്ടിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 ഇഞ്ചാണ് വിട്ടതെങ്കിൽ അതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുഴുവനായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ.